ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രീൻ മസാലയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പുതിന ഉണ്ടെങ്കിൽ പുതിനയും കൂടി ഇടുക. ഇനി നമുക്കൊരു 2 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു നാരങ്ങ ഒരിച്ചിരി, പകുതി വേണ്ട, ഒരു ഇച്ചിരി പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളകും, നമ്മുടെ എനിക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളകാണ് ഇട്ടത്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടുക. അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ആ പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ലേശം മൈദയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മൈദയോ അരിപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ച മസാലയിൽ ചിക്കൻ വറുത്തെടുത്ത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കാം കേട്ടോ. ഞാനിത് ഇവിടെ ഉള്ളിയും ഇത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിനകത്തോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആകുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.